ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന അധ്യായത്തിലെ പേജ് നമ്പർ 18 കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളുടെ സ്റ്റാർട്ടിങ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഒന്ന് വായിക്കാം. ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ഡിഗ്രിയാണ്. അതിൻ്റെ കോണുകൾ 3 കണക്കാക്കുക. ദ ഡിഫറൻസ് of the two smaller angle of the right triangle is 20. Calculate another angle. ഇനി ചോദ്യം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു മട്ടത്രികോണം വേണം. ആ മട്ടത്രികോണത്തിൻ്റെ ഒരു ഫിഗർ ഞാൻ വരച്ച്, ഇതൊരു മട്ടത്രികോണം വരച്ച്. മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത, ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ബാക്കി രണ്ട് കോണുകളുടെ വ്യത്യാസം എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ഡിഗ്രി. നമുക്കറിയാം, ഒരു മട്ടത്രികോണത്തിൻ്റെ 3 കോണുകളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഞാൻ ഈ കോണ് എക്സ്, ഈ കോണ് വൈ എന്നെടുത്തു കഴിഞ്ഞാൽ ഇത് 3 തമ്മിൽ കൂട്ടി നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഈ ആംഗിൾ എത്രയായിരിക്കും? 90 സമം 180 ഡിഗ്രി. ഇനി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു പ്ലസ് 90 ഈക്വൽ ടു അപ്പുറത്തേക്ക് മൈനസ് 90, 180 മൈനസ് 90. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 എന്ന് കിട്ടി. ആദ്യം ഒരു ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത്. ഇനി ഈ രണ്ട് ഇക്വേഷൻ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 വലുത് 20 വലുത്? 90 വലുത്. അപ്പോൾ ആദ്യം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90, അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 നേടി. നമുക്കിത് എന്താവണം? ഒരെണ്ണം 0 ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യം ഇതിനെ ഒന്ന് കൂട്ടി നോക്കി നോക്കാം. കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം 0 ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്തു പോകാം. അപ്പോൾ ഒരു എക്സ് കൂടെ ഒരു എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ 2x. ഇനി ഇവിടെ പ്ലസ് വൈ ഉണ്ട്, പ്ലസ് വൈ, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, പ്ലസ് മൈനസ് വൈ, പ്ലസ് മൈനസ് എന്തായി? മൈനസ് ആയി. വൈ മൈനസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ വൈ എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇനി 90 പ്ലസ് 20 110. അപ്പോൾ നമുക്ക് എഴുതാം 2x സമം 110, 110 എക്സ് സമം 110/2. 110/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 55 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലെ ഒരു കോണ് കിട്ടി. എത്രയാണ്? 55 നമുക്ക് രണ്ടാമത്തെ കോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷനിൽ എക്സിൻ്റെ അവിടെ എത്ര കൊടുക്കുക? 55 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 55 ഇക്വേഷൻ നമ്പർ 2 ഞാൻ കൊടുക്കുകയാണ്, അതായത് ഈ ഇക്വേഷനിൽ. അപ്പോൾ എക്സ് എത്രയാണ്? 55 പ്ലസ് വൈ സമം 90. വൈ സമം 90 മൈനസ് 55 സമം 35 ഡിഗ്രി. അപ്പോൾ എക്സ് ഈക്വൽ ടു 55 ഡിഗ്രി, വൈ ഈക്വൽ ടു 35 ഡിഗ്രി കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം സ്റ്റാർട്ടിങ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ചോദ്യം ഒന്ന് വായിക്കാം. When a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller is divided by the larger, the quotient and the remainder are still both 2. What are the numbers? രണ്ട് സംഖ്യകളിലെ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെ. സംഖ്യകൾ കണക്കാക്കുക. അപ്പോൾ 2 സംഖ്യകളുണ്ട്. ഒരെണ്ണം വലിയ സംഖ്യയും ഒരെണ്ണം ചെറിയ സംഖ്യയാണ്. അപ്പോൾ ഞാൻ വലിയ സംഖ്യ ലാർജർ നമ്പർ ഈക്വൽ ടു എക്സ് എന്നും ചെറിയ സംഖ്യനെ സ്മോളർ നമ്പർ ഈക്വൽ ടു വൈ എന്നും കിട്ടി. ഇനി നമുക്ക്
എന്താ പറഞ്ഞിരിക്കുന്നത്, വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി എന്നാണ് പറയുന്നത്. വലിയ സംഖ്യേനെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഉത്തരം അതേപോലെ ശിഷ്ടം എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡിവൈഡൻഡ് ഈക്വൽ ടു കോഷ്യന്റ് പ്ലസ് കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വലിയ സംഖ്യേനെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ വലിയ സംഖ്യേനെ, അപ്പോൾ ഇതിൽ വലിയ സംഖ്യ എന്നാണ് ഇത് ഡിവൈഡൻഡ് എന്ന് പറഞ്ഞ സംഖ്യ വരിക. അപ്പോൾ വലിയ സംഖ്യ, അപ്പോൾ എക്സ് ഈക്വൽ ടു കോഷ്യന്റ് ഹരണഫലം എത്രയാണ് കിട്ടിയത്? 2 ഡിവൈസർ ചെറിയ സംഖ്യ പ്ലസ് റിമൈൻഡർ 2 എന്നൊന്ന് പറയാം. ഡിവൈഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 8 2 സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡൻഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് സംഖ്യ. ഇത് ഡിവൈഡൻഡ്, ഇതെന്ന് പറഞ്ഞാൽ ഡിവൈസർ. ഇതിന് ഞാൻ എന്താ കൊടുത്തിരിക്കണത്? എക്സ്. ഇതെന്താണ്? വൈ. അകത്ത് എഴുതുന്ന സംഖ്യ എപ്പോഴും എന്തായിരിക്കും? വൈ ആയിരിക്കും. അപ്പോൾ ഇക്വേഷനിൽ എഴുതി ഡിവൈഡൻഡ് പറഞ്ഞ ഉള്ളിലത്തെ നമ്പർ എക്സ് ഈക്വൽ ടു കോഷ്യന്റ് പറഞ്ഞ ഹരണഫലം 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു ഡിവൈസർ പറഞ്ഞ ഹരിക്കണ സംഖ്യ വൈ പ്ലസ് റിമൈൻഡർ ശിഷ്ടം എത്രയാണ്? 2. ഇനി നമുക്കിതിൻ്റെ ഇക്വേഷൻ ആക്കാൻ വേണ്ടി പറ്റും. എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത് ഇനി എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെയായിരുന്നു. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 5 ടൈംസ് ഓഫ് എ സ്മോളർ ഡിവൈഡഡ് ബൈ ലാർജർ. അപ്പോൾ ചെറിയ സംഖ്യ എത്രയാണോ അതിൻ്റെ 5 ടൈംസ്. അപ്പോൾ ചെറിയ സംഖ്യ y, അതിൻ്റെ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 5 ആയിട്ട് ഗുണിക്കുക. ചെറിയ സംഖ്യയുടെ 5 ടൈംസിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടും അതേപോലെ തന്നെ കോഷ്യൻറ്റും എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ ചെറിയ സംഖ്യ y, അതിൻ്റെ 5 ടൈംസ് 5, അപ്പോൾ 5y ഈക്വൽ ടു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലാർജർ എത്ര? എക്സ്. ചെറിയ സംഖ്യയുടെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡറും കോഷ്യൻറ്റും 2 കിട്ടി. അപ്പോൾ ചെറിയ സംഖ്യയുടെ 5 മടങ്ങ് ഈക്വൽ ടു ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഹരിക്കുന്ന സംഖ്യ എക്സ് ആണ്. അപ്പോൾ ഉള്ളിൽ എഴുതി, അതായത് എക്സ് വലിയ സംഖ്യ, റിമൈൻഡറും കോഷ്യൻറ്റും എത്രയാണ്? 2. അപ്പോൾ ഈ ഇക്വേഷനിൽ കോഷ്യൻ്റെ അവിടെ 2 കൊടുക്കുക, റിമൈൻഡറിൻ്റെ അവിടെ 2 കൊടുക്കുക. ഇനി 5y ഈക്വൽ ടു 2x പ്ലസ് 2, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത്. ഇനി ഇതിൽ നമുക്ക് എക്സ് അറിയാം എത്രയാണ്? 2y പ്ലസ് 2. അപ്പോൾ എക്സിനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 2. അപ്പോൾ 5y ഈക്വൽ ടു 2 ഇൻറ്റു 2y പ്ലസ് 2 പ്ലസ് ഇവിടെ 2 ഉണ്ട് 2. അപ്പോൾ 5y ഈക്വൽ ടു, ഇനി 2നെ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 2 4y പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് ഇവിടെ 2 ബാക്കിയുണ്ട്, അത് ഇങ്ങോട്ട് എഴുതി. അപ്പോൾ 5y ഈക്വൽ ടു 4y പ്ലസ് 6. ഇനി പ്ലസ് 4y ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 5y മൈനസ് 4y ഈക്വൽ ടു 6. 5y എന്ന് ഒരു y പോയാൽ ബാക്കി ഒരു y ഈക്വൽ ടു 6. അപ്പോൾ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു? സ്മോളർ നമ്പർ ആയിരുന്നു. അപ്പോൾ ചെറിയ സംഖ്യ കിട്ടി, സ്മോളർ അല്ലെങ്കിൽ ചെറിയ സംഖ്യ. ഇനി നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാം. y 2 അല്ലേ, അത് ഏതെങ്കിലും ഇക്വേഷനിൽ എന്ത് ചെയ്യാം? ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എഴുതുകയാണ് y ഈക്വൽ ടു 6 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ x ഈക്വൽ ടു 2y പ്ലസ് 2, y എത്രയാണ്? 6. അപ്പോൾ x ഈക്വൽ ടു 2 ഇൻറ്റു y പ്ലസ് 2, x ഈക്വൽ ടു y എത്രയാണ്? 6. 2 ഇൻറ്റു 6 12 പ്ലസ് 2 സമം
14. അപ്പോൾ നമുക്ക് കിട്ടി എക്സ് എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ അല്ലെങ്കിൽ ലാർജർ നമ്പർ ഈക്വൽ ടു 14. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, ദ സം ഓഫ് 2-digit number is 11. The number got by interchange the digit is 27 more than the original number. What is the number? മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയാം, ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക. അപ്പോൾ ചോദ്യം എന്താ വെച്ചാൽ രണ്ടക്കങ്ങളുണ്ട്. രണ്ടക്കങ്ങൾ പറഞ്ഞ് 21 പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടക്കങ്ങൾ ഏതൊക്കെ? 2ഉം 1ഉം. അതുപോലെ രണ്ടക്കങ്ങളുണ്ട്. ആ രണ്ടക്കങ്ങളെ ഞാൻ എന്ത് എടുക്കുകയാണ്? XY എടുക്കുകയാണ്. രണ്ടക്കങ്ങൾ എന്തെഴുതുക? X, Y, 2 numbers X, Y എന്നെടുത്ത് ഈ രണ്ടക്കങ്ങളുടെ തുക എത്രയെന്നാണ് പറയണത്? 11. അപ്പോൾ X+Y = 11. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത്. രണ്ടക്കങ്ങൾ എക്സും വൈയും ആണ്. അപ്പോൾ ഈ XY എന്നും നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ് 45. അപ്പോൾ നമ്മൾ പറയുമ്പോൾ 40 + 5 എന്ന് പറയും. അപ്പോൾ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഈ 40നെ 10 × 4 + 5നെ 1 × 5 അല്ലെങ്കിൽ 5 എന്ന് പറയും. അപ്പോൾ ഈ സംഖ്യനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി ഇടണം ഈ പ്ലേസ് വാല്യൂ വെച്ചിട്ട്. Y എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള നമ്പറാണ്. അപ്പോൾ നമ്മൾ 1 കൊണ്ടാണ് ഗുണിക്കുക. അപ്പോൾ Y അതുപോലെ തന്നെ എഴുതുക. 1 × 5 ആണ് 5. അതേപോലെ 1 × Y ആണ് Y. പ്ലസ് എക്സിന് എങ്ങനെ എഴുതുക? എക്സ് ഇവിടെ എഴുതും. നമ്മൾ പ്ലേസ് വാല്യൂ പറയുമ്പോൾ ഇത് 1s 10s. അപ്പോൾ രണ്ട് നമ്പർ എക്സ് വൈ ആണെങ്കിൽ അതിൻ്റെ പ്ലേസ് വാല്യൂ 1s 10s. എക്സ് ഏതിൻ്റെ സ്ഥാനത്താണ്? 10സിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ x × 10 അല്ലെങ്കിൽ 10x + y. ഇത് ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് പറഞ്ഞാൽ. രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂട്ടി നമ്പർ ഞാൻ എങ്ങനെ എടുക്കുകയാണ്? 10x + y ആയിട്ട് എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ദ ഡിജിറ്റ് ഈസ് മോർ ദാൻ ഒറിജിനൽ നമ്പർ. അതായത് ഈ തന്ന ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എക്സും വൈയും. അതിനെ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ ഈ എക്സും വൈനും എന്ത് ചെയ്യേണ്ടത്? ഇനി ഇൻ്റർചേഞ്ച് മാറ്റി എഴുതുക. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിച്ചിട്ടാൽ മതി. അതെങ്ങനെ എഴുതുക? ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 10y + x. ഈ 10 അവിടെ തന്നെ ഉണ്ടാവും. ആ രണ്ട് നമ്പേഴ്സിനെ മാറ്റി എഴുതിയപ്പോൾ ഒറിജിനൽ നമ്പർ എത്രയാണോ, ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ എത്രയാണോ, ആദ്യത്തെ നമ്പർ എത്രയായിരുന്നു? 10x + y. 10x + y ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 27 കൂട്ടിയതാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടി പറയാം, ഈ നമ്പേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ ഒറിജിനൽ നമ്പർ എത്രയാണോ അതിൽ കൂടെ 27 കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്ത്? 27 കൂട്ടി. അടുത്തതായിട്ട് ഇനി ഈ 27 ഇവിടെ നിർത്തുക. ഈ രണ്ട് നമ്പേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ 10y + x മൈനസ് 10x = ഈ സൈഡിലേക്ക് പോകുമ്പോൾ -10x മൈനസ് പ്ലസ് ഇങ്ങോട്ട് പോകുമ്പോൾ -y = 27. ഇനി ഒരുപോലെ ഇതൊക്കെ എന്ത് ചെയ്യുക? കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുക. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ 10ഉം 10y ഇവിടെ -y ഉണ്ട്. 10y -ന്ന് -y പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര y ആണ്? 10y -ന്ന് -y. 10ന്ന് 1 പോയി എത്ര? 9. അപ്പോൾ 9y. ഇനി ഇവിടെ ഒരു +x ഉണ്ട്, +x ഉണ്ട്, -10x ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം. 10x-ന്ന് ഒരു x പോയി കഴിഞ്ഞാൽ 9x, വലുതിന് ചിഹ്നം മൈനസ്. അപ്പോൾ 9y - 9x = 27. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് നമ്പറിൻ്റെ കൂടെയും ഇവിടെ ആര് കോമൺ ആണ്? 9 കോമൺ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? 9 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തത് ബാക്കി ഈ 9ഉം പുറത്തേക്ക് എടുത്താൽ ബാക്കി y - x = 27 എന്ന് വരും. ഇനി ഈ 9നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ഡിവിഷൻ ആവും. y - x = 27/9 സമം y - x = 27/9 3 എന്നായി. അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ കൊടുത്തു.
ഇനി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ 1 + 2, ഇക്വേഷൻ നമ്പർ 1 x + y = 11 + y - x = 3. ഇനി ഇവിടെ ഓർഡറിലല്ല കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേഷനെ മാറ്റി എക്സും എക്സും ഒരേ പ്ലേസിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, എഴുതാൻ പോവുകയാണ്. അപ്പോൾ x + y = 11. ഇനി ഈ എക്സിൻ്റെ താഴെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ -x അല്ലേ, അപ്പോൾ -x + y = 3. രണ്ട് സംഖ്യകളെ ഞാൻ എന്ത് ചെയ്ത് ഒന്ന് മാറ്റി ഓർഡറിലാക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വൈയുടെ വാല്യൂ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ x + -x അതെന്താണ്, 0 ആണ്. അപ്പോൾ എക്സ് എന്തായി, 0 ആയി. 0 + y 2y = 14. നമുക്ക് എഴുതാം 2y = 14, y = 14/2. 14ന്റെ പകുതി എത്രയാണ്, 7. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, y കിട്ടി. y = ഇത് സൈഡിൽ എഴുതി വെച്ചാൽ മതി ചെയ്യാൻ. y = 7 എന്നായി. ഇനി എന്ത് ചെയ്യുക, ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. y = 7 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ x + y = 11, x + 7 = 11, x = 11 - 7 = 4. അപ്പോൾ 2 ഡിജിറ്റുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് x കിട്ടി 4 എന്നും y കിട്ടി 7 എന്നും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം വായിക്കാം. ദ പ്രൈസ് ഓഫ് 17 trophies and 16 medals is 2180 rupees. The price of 16 trophies and 17 medals is 2110 rupees. What is the price of each? അതായത് 17 ട്രോഫിക്കും 16 മെഡലിനും കൂടി 2180 രൂപ. അതുപോലെ 16 ട്രോഫിക്കും 17 മെഡലിനും 2110 രൂപ. അങ്ങനെയാണെങ്കിൽ ട്രോഫിയുടെ വില എന്ത്, അതേപോലെ തന്നെ മെഡലിൻ്റെ വില എന്ത് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുകയാണ് ട്രോഫിയുടെ വില. പ്രൈസ് ഓഫ് ട്രോഫി, ട്രോഫിയുടെ വില സമം എക്സ് എന്ന് കൊടുത്ത്. അതുപോലെ പ്രൈസ് ഓഫ് മെഡൽ, മെഡൽ എത്ര കൊടുക്കുകയാണ്, y എന്ന് കൊടുക്കുകയാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 17 ട്രോഫിക്കും 16 മെഡലിനും കൂടി 2180 രൂപയായി. അതുപോലെ 16 ട്രോഫിക്കും 17 മെഡലിനും കൂടി 2110 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഒരു ട്രോഫിയുടെ വില എന്ത്, ഒരു മെഡലിൻ്റെ വരുന്നത്. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷനും ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 - 1 = 17x + 16y = 2180. അതേപോലെ തന്നെ 16x + 17y = 2110. ഇതിൽ വലിയ ഇക്വേഷൻ ഏതാണ്, 1 ആണോ 2 ആണോ, 1 ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 - 2 ആണ് എന്ത് ചെയ്യേണ്ടത്. ഇനി മൈനസിന് ഇടുക, കുറച്ച് നോക്കാം. 17x നിന്ന് 16x പോയി കഴിഞ്ഞാൽ എക്സ്, അതുപോലെ തന്നെ 16y നിന്ന് 17y പോയി കഴിഞ്ഞാൽ എന്താ വരിക, മൈനസ് വരും അല്ലേ. ഇങ്ങനെ നോക്കി നോക്കാം. 16y മൈനസ്, ഈ മൈനസ് ആണ് മൈനസ്, ഇവിടെ ഒരു പ്ലസ് 17y. അപ്പോൾ എങ്ങനെ വരിക, ചെറുതിന്ന് വലുത് കുറച്ചിട്ട് വലുതിന്ന് ചെറുത് കുറച്ചിട്ട് മൈനസ് ചിഹ്നം. 17 നിന്ന് 16 പോയാൽ ബാക്കി ഒരു y. ചെറുതെന്നാണ് കുറയ്ക്കുന്നത്, അപ്പോൾ എന്ത് വേണം, മൈനസ് വേണം. അപ്പോൾ x - y = 70. ഇനി x - y = 70. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ചെയ്യേണ്ടത് ഇക്വേഷൻ നമ്പർ 3നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപോലെ ആക്കണം.
ഇവിടെ 16, ഇവിടെ 17, ഇവിടെ 17, ഇവിടെ 16, ഇവിടെ 17. ഒരു നമ്പറും എക്സ് ടേമുകൾ എന്തല്ല, സെയിം അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിലത്തെ ഏതെങ്കിലും എക്സ് ടേമോ അല്ലെങ്കിൽ വൈ ടേമോ ഈക്വൽ ആക്കണം. എക്സ് ടേമോ അല്ലെങ്കിൽ വൈ ടേമോ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 3നെ ഞാൻ എന്ത് ചെയ്യാണ്? 16 ഗുണിക്കുകയാണ്. അപ്പോൾ ഇവിടെ എക്സ് എത്ര കിട്ടും? 16 കിട്ടും. ഈ രണ്ടാമത്തെ ഈ ഇക്വേഷൻ എത്ര തന്നെയാണ്? 16. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 × 16 അപ്പോൾ സമം 16 × എക്സ് മൈനസ് വൈ ഈക്വൽ ടു 70. 16 × എക്സ് 16x മൈനസ് 16y സമം 16 × 70 1120 എന്ന് വരും. ഇനി അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 4ഉം അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഇനി ഇക്വേഷൻ നമ്പർ 2 - 4 ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 - 4 ഇക്വേഷൻ നമ്പർ 2 16x പ്ലസ് 17y സമം 2110. ഇനി നാലാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 16x മൈനസ് 16y സമം 1120. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 16x 16x പോയി കഴിഞ്ഞാൽ 0. ഇനി 17y മൈനസ് 16y 17y മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് എന്തായി? പ്ലസ് ആയി. 17y പ്ലസ് 16y 17ഉം 16ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 33y. അപ്പോൾ പ്ലസ് 33y സമം 990. ഇത് കുറച്ച് കഴിഞ്ഞാൽ 990 കിട്ടും. ഇനി 17y മൈനസ് 16y മൈനസ് പ്ലസ് 17y പ്ലസ് 16y 33. അപ്പോൾ പ്ലസ് 33y സമം ഈ 2110ഉം 1120 കുറച്ച് കഴിഞ്ഞാൽ 990 കിട്ടും. 33y ഈക്വൽ ടു 990. അപ്പോൾ y കണ്ടുപിടിക്കാൻ ഇൻറ്റു 33 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ 990 ഹരിക്കണം 33 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? y എന്ന് കിട്ടും. ഇനി അടുത്തത് y എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? മെഡലായിരുന്നു. അപ്പോൾ ഞാൻ എഴുതി മെഡൽ എത്ര കിട്ടി? മെഡലിന് ഒരു മെഡലിൻ്റെ വില 30 രൂപയായിരിക്കും. ഇനി ഒരു ട്രോഫിയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് y ഈക്വൽ ടു 30 ഏതെങ്കിലും ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ഇട്ട് കൊടുക്കുക. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1 എക്സ് മൈനസ് വൈ ഈക്വൽ ടു 70. എക്സ് മൈനസ് വൈ 30 സമം 70. 70 പ്ലസ് 30 100. അപ്പോൾ ഒരു ട്രോഫിയുടെ വില എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 100 രൂപയാണ്. ഒരു ട്രോഫിക്ക് 100 രൂപയും ഒരു മെഡലിന് 30 രൂപയും. ഇതാണ് പേജ് നമ്പർ 18 വരുന്ന ആദ്യത്തെ 4 ചോദ്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത 4 ചോദ്യങ്ങളുമായിട്ട് എന്തായാലും വരാം. എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തത് വരേക്കും ബായ്.